Hey guys, welcome back to our channel Food Art Vlogs. ഇന്ന് ചീസി ബോംബിൻ്റെ റെസിപ്പി ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത്. എങ്ങനെയാണ് ചീസി ബോംബ് ഉണ്ടാക്കുന്നത് നോക്കാം. അതിനായിട്ട് ആദ്യം ക്യാബേജ് എടുത്തിട്ടുണ്ട്. ഒരു ചെറിയ കഷ്ണം ക്യാബേജ് ഗ്രേറ്റ് ചെയ്തെടുത്തതാണ് ഇവിടെ. ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായി നുറുക്കിയതും കൂടി ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് മുറിച്ചെടുത്ത ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഒരു ചെറിയ ക്യാരറ്റ് മാത്രമേ ഇവിടെ എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് ചെറുതായി നുറുക്കിയ ഉള്ളിയും പച്ചമുളകും കൂടി ഇട്ട് കൊടുക്കാം. മുളകൊക്കെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ക്യൂബ്സ് ആക്കി മുറിച്ചെടുത്ത ഫ്രഞ്ച് ഫ്രൈസ് ആണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. കുറച്ച് മയോണൈസ് കൂടി ചേർത്ത് കൊടുക്കാം. മയോണൈസ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നമ്മുടെ ചീസി ബോംബിന്. ഇത് ഹോം മെയ്ഡ് മയോണൈസ് ആണ്. നിങ്ങൾക്ക് കടയിൽ നിന്ന് വാങ്ങിയത് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുത്ത് 4 മുട്ടയാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. ഒരു ചെറുനാരങ്ങയുടെ നീര് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒപ്പം കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കാം. ഇതൊക്കെ ഒന്ന് നന്നായി മിക്സ് ആക്കി എടുക്കാം. മസാല നന്നായി മിക്സ് ആക്കി എടുത്തതിന് ശേഷം നമുക്ക് ബന്ന് മുറിച്ചെടുക്കാം. ബന്നിൻ്റെ മുകൾ ഭാഗം കട്ടി കുറച്ചിട്ട് വേണം മുറിച്ചെടുക്കാനായിട്ട്. ബന്നിൻ്റെ അടിഭാഗം എടുത്തിട്ട് ഇങ്ങനൊരു ഹോൾ വെച്ച് കൊടുക്കണം. ഹോളെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ല. ഇതിലൊരു കുഴി പോലെയാണ് നമുക്ക് വേണ്ടത്. ഇതിലേക്ക് മസാല നിറച്ച് കൊടുക്കാം. ഇതിലേക്ക് നന്നായി മസാല നിറച്ച് കൊടുത്തതിന് ശേഷം മൊസറല്ല ചീസ് ഇട്ട് കൊടുക്കുന്നുണ്ട്. കുറച്ച് കൂടുതലായിട്ട് തന്നെ മൊസറല്ല ചീസ് ഇടാം. അപ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. പനീൻ്റെ മുറിച്ച് മാറ്റിയ മുകൾ ഭാഗം വെച്ച് ഇതൊന്ന് മൂടി കൊടുക്കാം. എന്നിട്ട് ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് ബട്ടറോ ഗീയോ എന്തെങ്കിലും പരട്ടി കൊടുക്കാം. എന്നിട്ട് കുറച്ചുകൂടി മൊസറല്ല ചീസ് മേലെ കൂടി ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മേലെയായിട്ട് കുറച്ച് ചില്ലി ഫ്ലേക്സ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. കാണാനൊരു ഭംഗിയുണ്ടാവും, കുറച്ച് കൂടുതൽ ടേസ്റ്റും ഉണ്ടാവും. നമ്മുടെ ചീസ് ബോംബ് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ കുറച്ച് ബട്ടർ ചൂടാക്കാം. ഇതിലേക്ക് നമ്മുടെ ചീസ് ബോംബ് വെച്ച് കൊടുക്കാം. മൂടി വെച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ ചീസ് ബോംബ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. പെട്ടെന്ന് വീട്ടിലൊരു ഗസ്റ്റൊക്കെ വന്നാൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ഡിഷാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. Thank you for watching. Do share, like and subscribe. Bye bye. Love you all.